നന്ദകിഷോർ പതിയെ അകത്ത് കയറിയതും ലച്ചു വേഗം ചാടി എഴുന്നേറ്റു. ഇരിക്കടോ, എന്തിനാ എഴുന്നേറ്റ് നിൽക്കുന്നത്? അവൻ പുഞ്ചിരിച്ചു. ലച്ചു അപ്പോൾ ചുറ്റും നോക്കി. പേടിക്കണ്ട ലച്ചു, ഞാൻ അത്രയ്ക്ക് ഭീകരജീവിയൊന്നും അല്ലാട്ടോ. നന്ദൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. ലച്ചു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ആദ്യമായിട്ടായതുകൊണ്ടാവുമെന്നാണ് നന്ദൻ കരുതിയത്. എനിക്ക് ലക്ഷ്മിയെ ഇഷ്ടമായി, വളരെ വളരെ ഇഷ്ടം. കണ്ട മാത്രമേ തന്നെ എനിക്ക് ഇയാളെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നിയിരുന്നു. സോ ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ മാത്രമായിരിക്കും. ഇയാൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ മടങ്ങും കേട്ടോ. അവളുടെ വാക്കുകളൊന്നും കേൾക്കാൻ നിൽക്കാതെ നന്ദൻ പുറത്തേക്കിറങ്ങാൻ ശ്രമിച്ചതും അവൻ്റെ ഫോൺ ശബ്ദിച്ചു. ഹലോ, ആ കിഷോർ. അതേടാ, ഇവിടെ എത്തി. കണ്ട് സംസാരിച്ചു, ഫിക്സ് ചെയ്തു. താങ്ക്സ് ഡാ. ഓക്കെ, സീ യു, ബൈ. നന്ദൻ ഫോൺ തിരിച്ചു പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഒന്നുകൂടെ തിരിഞ്ഞു വന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കിഷോർ വർമ്മ. അവനും ഡോക്ടറാണ്. ഞാനീക്കാര്യം ഇന്നലെ അവനോട് പറഞ്ഞു. എന്തായെന്നറിയാൻ വിളിച്ചതാ. അവനാണെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറയട്ടെ എന്ന് പറഞ്ഞു കട്ട് ചെയ്തു. നന്ദൻ സന്തോഷത്തോടെ പറഞ്ഞു. അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി നിൽക്കുകയാണ് ലച്ചു അപ്പോഴും. ഞാൻ പോവാ ലച്ചു. ഇനിയും തമ്മിൽ കാണുമ്പോൾ എൻ്റെ കൂടെ ഇയാളും കാണണം. നന്ദൻ പുറത്തേക്ക് ചെന്നപ്പോൾ മാധവ വാര്യർ ആരോടൊക്കെയോ ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഹലോ, ആ ചേട്ടാ, ഇവിടെ വരെ ഒന്ന് ഇറങ്ങാമോ? ഏയ്, അങ്ങനൊന്നുമില്ല. നമ്മുടെ ലച്ചുവിനൊരു ആലോചന വന്നതാ. ചെക്കൻ പാലക്കാടാ. ആ, നമ്മുടെ ബാലകൃഷ്ണൻ്റെ പെങ്ങളുടെ കുട്ടിയാണ്. എന്താച്ചാ? അവൻ പതിയെ ഗുപ്തൻ നായരോട് ചോദിച്ചു. അദ്ദേഹം ലച്ചുവിൻ്റെ വല്യച്ഛനെയും അമ്മാവനെയൊക്കെ വിളിക്കുക. അവർ രണ്ടുപേരും ഈ അടുത്ത ചുറ്റളവിലാ താമസം. ഇങ്ങോട്ട് വന്നാൽ നിന്നെ കണ്ടിട്ട് പോകാമെന്ന്. അമ്മേ, ചേച്ചി വിളിക്കുന്നു. പതിയെ ദേവു അമ്മയുടെ കാതി പറഞ്ഞു. എന്താ മോളെ, എന്തു പറ്റി? ലച്ചുവിൻ്റെ മുറിയിലേക്ക് ചെന്ന് അവർ ചോദിച്ചു. അമ്മ, നക്ഷത്രപ്പൊരുത്തൊക്കെ നോക്കണ്ടേ? നമ്മൾ വെറുതെ വാക്ക് പറഞ്ഞിട്ട്. അവൾ അവസാന പ്രതീക്ഷയെന്നോണം ചോദിച്ചു. നിന്റെ ജനനതീയതി സമയമൊക്കെ വെച്ച് അവർ നെറ്റി നോക്കി. പിന്നെ അച്ഛൻ നമ്മുടെ കേശവക്കണിയനോട് പറഞ്ഞിട്ടുണ്ട് പൊരുത്തം നോക്കാൻ. അയാൾ കുറച്ചു കഴിഞ്ഞ് വിളിക്കും. എന്തായാലും ദീർഘപ്പൊരുത്തമുണ്ട്. ഗണം ഒന്നാണ്. അതുകൊണ്ട് പൊരുത്തമുണ്ടെന്നാണ് ശോഭ ആൻറ്റി പറയുന്നത്. അമ്മ താല്പര്യത്തോടു കൂടി പറയുന്നത് കേട്ടിരിക്കുകയാണ് ലച്ചു. പിന്നീട് ഒന്നും മിണ്ടാതെ അവൾ അകത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് 2 കാറുകൾ വന്ന് നിൽക്കുന്ന ശബ്ദം ലച്ചു കേട്ടു. ഇതിനോടകം തന്നെ അവൾ അശോകിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു. വിവരങ്ങളെല്ലാം വ്യക്തമാക്കി. അവൾ ജനാലയുടെ വിടവിൽ കൂടി വെളിയിലേക്ക് നോക്കി. ഓമന വല്യമ്മയും വല്യച്ഛനും പിന്നെ ഹേമയമ്മായി, അമ്മാവൻ ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും കൂടി ഇത് ഉറപ്പിക്കാനുള്ള പരിപാടിയാണ്. ദൈവമേ, ഇനി എന്താവോ? അവൾ ഫോണെടുത്ത് അശോകിനെ വിളിച്ചു. പക്ഷെ ഓഫീസ് ടൈം ആയതുകൊണ്ട് അവനത് അറ്റൻഡ് ചെയ്തില്ല. ഈശ്വര, എന്തൊരു കഷ്ടമാണ്. അവൾക്ക് സങ്കടം വന്നു. കണ്ണൊക്കെ നിറഞ്ഞു തൂവി. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇയാൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടില്ല. അതെത്രയൊക്കെ ആണെങ്കിലും ശരി, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. എൻ്റെ അശോകേട്ടൻ്റെ മുൻപിൽ മാത്രമേ ഞാൻ തല കുനിക്കത്തുള്ളൂ. ലച്ചു ഉറച്ച തീരുമാനമാണ് എടുത്തത്. മോളെ ലച്ചു, അച്ഛൻ വിളിച്ചപ്പോൾ അവൾ വീണ്ടും ഉമ്മറത്തേക്ക് ചെന്നു. മോളെ, ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചു. പണിക്കരും വിളിച്ചു. ജാതകം ഉത്തമമാണ്. ആ സ്ഥിതിക്ക് ഇതങ്ങ് ഉറപ്പിക്കാൻ പോവാട്ടോ. വാര്യർ വാത്സല്യത്തോടെ മകളോട് പറഞ്ഞു. തനിക്ക് അശോകേട്ടൻ മതി. അശോകേട്ടൻ മാത്രമാണ് തൻ്റെ ഉള്ളം നിറയെ. ഉറക്കെ പറയണമെന്നുണ്ട്. പക്ഷേ നിശബ്ദമായി നിൽക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. അടുക്കളയിലാകെ ബഹളമയമാണ്. ദേവുവാണെങ്കിൽ ഉച്ചയ്ക്ക് ഊണൊരുക്കുന്ന തിരക്കിലാണ്. പച്ചടിയും തീയലും അവിയലും എല്ലാം അവൾ നിമിഷം വെച്ചുണ്ടാക്കി. വളരെ കൃത്യമായും വൃത്തിയിലും വെടിപ്പിലുമൊക്കെ എല്ലാം ഉണ്ടാക്കുന്ന ദേവുവിനെ സരസ്വതി കൂടുതൽ ശ്രദ്ധിച്ചു. സരസ്വതി ഇതെല്ലാം കണ്ടുകൊണ്ട് ഏറെ നേരമായി നിൽപ്പ് തുടങ്ങിയിട്ട്. ദേവുവാണ് ഈ വീടിൻ്റെ ഐശ്വര്യമെന്ന് അവർക്ക് തോന്നി. നല്ലൊരു കുട്ടിയാണ്. ഏത് വീട്ടിലാണ് ചെന്ന് കയറുന്നതെങ്കിലും ആ കുടുംബം ഭാഗ്യമുള്ളതാണെന്ന് സരസ്വതി മനസ്സിൽ ഉരുവിട്ടു.
ലച്ചുവിനെ അവർ കുറേ നോക്കിയെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയതേയില്ലവൾ. ബാലേട്ടൻ പറഞ്ഞ പോലെ മകൻ്റെ ഇഷ്ടങ്ങളാണ് നോക്കേണ്ടത്, പ്രത്യേകിച്ച് അവൻ്റെ വിവാഹ കാര്യത്തിൽ. സരസ്വതി അവസാനം അതാണ് ചിന്തിച്ചത്. ഊണ് കഴിച്ചിട്ട് എല്ലാവരും ദേവുവിനെ അഭിനന്ദിച്ചു. എല്ലാം കൃത്യ അളവിലാണ്, അസല് കൈപുണ്യം അല്ലേ? ഗുപ്തൻ നായർ ഭാര്യയെ നോക്കി പറഞ്ഞു. അവരും അത് തലകുലുക്കി ശരിവെച്ചു. വീണ്ടും കാണാമെന്ന് പറഞ്ഞ് അവർ യാത്ര തിരിച്ചു. ലച്ചു ആണെങ്കിൽ അശോകനെ ഒന്ന് വിളിക്കുവാനായി പലതവണ ശ്രമിച്ചെങ്കിലും എല്ലാം വിഫലമായി. എന്തൊക്കെയായാലും ശരി, ഇത് തടഞ്ഞേ പറ്റൂ, അവൾ തീർച്ചപ്പെടുത്തി. അശോകേട്ടനെ നേടിയെടുക്കാൻ ഏതറ്റം വരെയും താൻ പോകുമെന്ന് ലച്ചു ഓർത്തു. മോളെ ദേവു! അമ്മമ്മയുടെ ഉറക്കെയുള്ള വിളി കേട്ട് ലച്ചു ഞെട്ടി എഴുന്നേറ്റു. ഓരോരോ ഓർമ്മകളിൽ അങ്ങനെ ഇരുന്നു പോയി. എന്താമ്മേ? ദേവുവിൻ്റെ ശബ്ദം. നിനക്കൊരു ഫോണുണ്ട് മോളെ, വേഗം വാ. അമ്മ വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുക്കാനായി ഓടിച്ചെന്നു. മഹിമയാണെന്ന് പറഞ്ഞ് അമ്മ അവൾക്ക് ഫോൺ കൈമാറി. ഹലോ മഹി. ആ ദേവു, ബിസിയാണോടാ? അല്ല മഹി, ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു. നീ എന്താ വിളിച്ചേ? അത് പിന്നെ സെക്കൻഡ് ഇയർ പഠിച്ച റിതു എന്ന പെൺകുട്ടി ബ്ലഡ് ക്യാൻസറായിട്ട് മരിച്ചു. നാളെ കോളേജിൽ പൊതുദർശനമുണ്ട്, അത് പറയാനാണ് വിളിച്ചത്. ഈശ്വര, ആ കുട്ടി പോയോടാ? കുറച്ചു മുന്നേ ആയിരുന്നു. ശോ, പാവമല്ലേ? ദേവുവിൻ്റെ മിഴികൾ നിറഞ്ഞു. നീ വരുന്നില്ലേ നാളെ? അത് ചോദിക്കാനാണ് ഞാൻ വിളിച്ചേ. ഞാൻ കുറച്ച് കഴിഞ്ഞ് തിരികെ വിളിക്കാട്ടോ. ദേവു ഫോൺ വെച്ച ശേഷം അമ്മയോടും ചേച്ചിയോടും കാര്യങ്ങൾ വിശദീകരിച്ചു. എല്ലാവർക്കും അത് കേട്ടപ്പോൾ നൊമ്പരം തോന്നി. ദേവുവിന് വല്ലാണ്ട് വിഷമം. കാരണം ദേവു ആ കുട്ടിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവളൊരു പാവമാണെന്ന് ദേവു ആണെങ്കിൽ മഹിമയോട് പറയുകയും ചെയ്തു. എന്താ ദേവുട്ടായി പറയുന്നേ? എന്തേ പറ്റിയേ? അവളുടെ മുഖം വാടിയത് ശ്രദ്ധിച്ച് മാധവ് വാര്യർ കയറി വന്നു. നടന്ന കാര്യങ്ങളൊക്കെ അവൾ അച്ഛനോട് കണ്ണീരോടെയാണ് അറിയിച്ചത്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. നല്ലൊരു പെൺകുട്ടിയായിരുന്നു. നന്നായി പഠിക്കുകയും ചെയ്യുമായിരുന്നു അച്ഛാ. അതാണ് എനിക്ക് ഏറെ വിഷമം. മോളെ, നമ്മളെല്ലാവരും ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം. അതൊരു സത്യമാണ്. ഭയം കീഴടക്കിയ സത്യം. മാറ്റമില്ലാതെ തുടരുകയാണത്. നമ്മളത് അംഗീകരിക്കണം. വാര്യർ അവളെ ആശ്വസിപ്പിച്ചു. എത്രയ്ക്കായാലും അന്നേ ദിവസം ദേവു ആകെ സങ്കടത്തിലായിരുന്നു. ആരോടും ഒന്നും മിണ്ടാതുകൊണ്ട് അവൾ ഒതുങ്ങിക്കൂടി. ലച്ചു ആണെങ്കിൽ അതിനേക്കാൾ സങ്കടത്തിലും. അശോകനെ വിളിച്ചു നോക്കിയിട്ട് ഒരു പ്രതികരണവുമില്ല. നേരം ഇത്രയായിട്ടും ഏട്ടൻ എന്തു പറ്റിയെന്ന് ചിന്തിച്ച് അവൾക്ക് തലയ്ക്ക് വല്ലാത്ത വേദന. ദേവു, വിളക്ക് കൊളുത്തി നാമം ചൊല്ലുമോളെ. ഇതെന്തൊരിപ്പാ. അമ്മ വന്ന് വിളിച്ചപ്പോൾ ദേവൂട്ടി എഴുന്നേറ്റു. കയ്യും കാലും മുഖവും കഴുകിയ ശേഷം അവൾ വേഷം മാറി മറ്റൊന്ന് ധരിച്ചുകൊണ്ട് വന്ന് നിലവിളക്ക് കൊളുത്തി. ആകെ ഒരേയൊരു പ്രാർത്ഥന, ഋതുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ സങ്കടം താങ്ങാനുള്ള ശക്തി കൊടുക്കണമെന്ന്, ഒപ്പം അവളുടെ ആത്മാവിന് വേണ്ടി നിത്യശാന്തിക്കായും. അടുത്ത ദിവസം കാലത്തെ ദേവു ഉണർന്നു. കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞ് അവൾ നേരെ അമ്പലത്തിൽ പോയി. നല്ലോണം ഭഗവാനെ കണ്ട് ഒന്ന് തൊഴാൻ, മനസ്സിൻ്റെ സങ്കടം ഒന്ന് ഇറക്കി വയ്ക്കാൻ. അപ്പോഴും കൺമുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയാണ് ഒരു പുഞ്ചിരിയോടുകൂടി ഋതു. തിരികെ വീട്ടിലെത്തിയ ശേഷം അവൾ വേഗം അടുക്കളയിലേക്ക് പോയി അമ്മയെ സഹായിക്കാൻ. ലച്ചു ആണെങ്കിൽ ഉണർന്നിട്ട് പോലുമില്ല. കല്യാണമൊക്കെ കഴിഞ്ഞാൽ അന്യകുടുംബത്തിൽ ഇത് വല്ലതും നടക്കുമെന്ന് പറഞ്ഞ് അമ്മയോട്ട് ലച്ചുവിനെ വിളിക്കാനും തുനിഞ്ഞില്ല. ഉച്ചയ്ക്കത്തുള്ള ചോറും കറികളുമൊക്കെ ഉണ്ടാക്കിയ ശേഷം ദേവു തൊടിയിലേക്ക് ഇറങ്ങി, ചീരയും പാവലും ഒക്കെ നനയ്ക്കാൻ. അപ്പോഴേക്കും അച്ഛൻ ബാങ്കിലേക്ക് ഇറങ്ങി. മോളെ, കോളേജിൽ പോയിട്ട് നേരത്തെ വന്നേക്കണം, അയാൾ അവളെ ഓർമ്മിപ്പിച്ചു. അച്ഛാ, മഹിമ ഉണ്ടാവും എൻ്റെ ഒപ്പം, അവൾ മറുപടിയും നൽകി. ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ദേവു കോളേജിൽ പോയി. ഒരു വലിയ ജനാവലിയാണ് അവിടെ തടിച്ചു കൂടിയിരിക്കുന്നത്. ദേവുവിൻ്റെ നെഞ്ചിടിക്കാൻ തുടങ്ങി. അവൾ അകത്തേക്ക് കയറി ചെന്നപ്പോൾ കൂട്ടുകാരികൾ എല്ലാവരും ഉണ്ട്. ഓരോരുത്തരായി അന്ത്യോപചാരം അർപ്പിക്കുകയാണ്. ദേവു പതിയെ നടന്നു പോവാണ്. മുൻപിലും പിൻപിലുമായി ഓരോ കുട്ടികൾ. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അവൾക്ക് തല ചുറ്റും പോലെ തോന്നി. അവൾ പിന്നോട്ട് മറിഞ്ഞത് പെട്ടെന്നാണ്. അയ്യോ, എന്തു പറ്റി ദേവിയെ? ഏതൊക്കെയോ കുട്ടികൾ ചേർന്ന് അവളെ താങ്ങിയെടുത്ത് വരാന്തേ കിടത്തി. മുഖത്ത് വെള്ളം തളിച്ചെങ്കിലും അവൾക്ക് ബോധം വന്നില്ല. ഹരിസാറിൻ്റെ ക്ലാസ്സിലെ ദേവിക എന്ന പെൺകുട്ടി തലചുറ്റി വീണു കേട്ടോ. ആൻ്റണി സാർ പതിയെ ഹരിയുടെ കാതിൽ പറഞ്ഞു. അധ്യാപകരെല്ലാവരും അവിടെ നിൽക്കുകയാണ്. അത് കേട്ടതും ഹരി പാഞ്ഞുപോയി.
അയാൾ ചെന്നപ്പോൾ ദേവിക വരാന്തയുടെ ഭിത്തിയിൽ ചാരിയിരിക്കുകയാണ്. അവൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. ഈ കുട്ടിക്കിത് എന്താ പറ്റി? അവൻ അവൾക്കരികിലേക്ക് ചെന്നു. ദേവിക, എന്തു പറ്റി? ആകെ വല്ലാണ്ടായല്ലോടോ. ഹരി അവളോട് ചോദിച്ചു. അറിയില്ല സാർ, തലയ്ക്ക് വല്ലാണ്ട് പെരുപ്പ്, പെട്ടെന്നങ്ങ് വീണുപോയി. അവൾ ദയനീയമായി അയാളെ നോക്കി. വരൂ, എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ഹരി അവളോട് പറഞ്ഞു. വേണ്ട സാർ, ഇപ്പോൾ കുഴപ്പമില്ല, കുറച്ച് സമയം കഴിഞ്ഞ് മാറും, ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം, അവൾ നിഷേധ രൂപേണ പറഞ്ഞു. അത് നീ നോക്കണ്ട ദേവു, വരൂ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, സാറും ഉണ്ടല്ലോ. നീരജ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായി വിളിച്ചു. വേണ്ട സാർ, പൊയ്ക്കോളൂ, ഞാൻ വരുന്നില്ല, അവൾ വീണ്ടും പറഞ്ഞു. എങ്കിൽ താൻ എഴുന്നേറ്റ് ഓഫീസിൽ വന്നിരിക്കും, ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ, ഒരുപാട് ആളുകൾ വരുന്നുണ്ടായിരുന്നു അവിടേക്ക്. ഹരി സാർ പറഞ്ഞപ്പോൾ അവൾ പതിയെ എഴുന്നേറ്റു. കാലുകൾ നിലത്തുറയ്ക്കുന്നില്ല, വീണ്ടും വീണു പോവെന്ന് അവൾക്ക് തോന്നി. നീർജയുടെ കയ്യിൽ അവൾ ബലമായി പിടിച്ചു. അയ്യോ സാർ, ഒന്ന് വരാമോ? നീർജ ഉച്ചത്തെ വിളിച്ചു. അപ്പോഴേക്കും ദേവു വീണ്ടും കുഴഞ്ഞു വീണു. ഹരിയും നീരജയും കൂടി അവളെ ഹരിയുടെ വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. BP ലോ ആയതാണ്, നല്ല ടെമ്പറേച്ചറുണ്ട്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. എന്തായാലും ഇന്ന് അഡ്മിറ്റ് ചെയ്യാം, ഡോക്ടർ ഗണേഷ് പറഞ്ഞു. ഈ കുട്ടിക്ക് എന്തേലും മനസ്സിനെ അലട്ടുന്ന പ്രോബ്ലം ഉണ്ടായോ? ഇത്ര പെട്ടെന്ന് BP ലോ ആയത്? ഡോക്ടർ ഹരിയെ നോക്കിക്കൊണ്ട് ആരാഞ്ഞു. ഹരിയപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം അയാളോട് പറഞ്ഞു. ഓഹോ, അതാണല്ലേ. എന്തായാലും ഇന്നിവിടെ കിടക്കട്ടെ, എന്തേലും ഉണ്ടെങ്കിൽ സിസ്റ്ററോട് പറഞ്ഞാൽ മതി. ഡോക്ടർ അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. ദേവികയെ കുറച്ച് കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് മാറ്റി. ഹരി സാർ, നേരം വൈകി, ഞങ്ങൾ പോയിക്കോട്ടെ. നീരജയും അപർണയുമായിരുന്നു ദേവികയുടെ കൂടെ ഹോസ്പിറ്റലിൽ വന്നത്. അവർക്ക് പോകുവാൻ തിടുക്കമായി. എന്തായാലും ഇയാളുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞില്ലേ, എങ്കിൽ നിങ്ങൾ പോയിക്കോളൂ, ഞാൻ ഇയാളുടെ പേരൻസ് വന്നിട്ട് പോയിക്കോളാം. ഹരിയാണെങ്കിൽ കൂടെ വന്ന പെൺകുട്ടികൾക്ക് രണ്ടുപേർക്കും പോകുവാനുള്ള അനുവാദം കൊടുത്തു. ദേവികയോട് യാത്ര പറഞ്ഞ് കൂട്ടുകാരികൾ രണ്ടുപേരും അധികം താമസിയാതെ പോയി. ദേവു, ഇയാൾക്ക് വിശക്കുന്നുണ്ടോ? എന്തെങ്കിലും മേടിക്കട്ടെ ഞാൻ? ഹരി അവളുടെ അടുത്തേക്ക് വന്നു കസേര വലിച്ചിട്ടിരുന്നു. വേണ്ട സാർ, ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി. അവൾക്ക് ആകെ ബുദ്ധിമുട്ട്. അടങ്ങിക്കിടന്നോണം മര്യാദയ്ക്ക്, നാളെ ആകണം ഇവിടുന്ന് പോകണമെങ്കിൽ. ഹരി അവളെ ശാസിച്ചു. നാളെയോ? ആ ഈശ്വര, കുഴപ്പമില്ല ദേവു, ഇന്നൊരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, പനിക്കുന്നുണ്ടോ? ഹരി തെല്ല അധികാരത്തോടെ അവളുടെ നെറ്റിയിൽ കൈവച്ചു. പെട്ടെന്ന് അവൾ അയാളുടെ കൈയെടുത്ത് മാറ്റി. ആരെങ്കിലും കാണും, അവൾ പതിയെ പറഞ്ഞു. കണ്ടാലെന്താ, അധികാരമുള്ളവൻ തന്നെയാണെന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളുടെ നെറ്റിയിലും കവിളിലുമൊക്കെ കൈവച്ചു. അവളെ അപ്പോൾ പേടിച്ചു വിറച്ചു പോയിരുന്നു. ഇങ്ങനെ പേടിക്കാതിൻ്റെ ദേവു, ഞാൻ പിടിച്ച് തിന്നത്തൊന്നും ഇല്ലാട്ടോ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവളും ദയനീയമായി ഒന്ന് പുഞ്ചിരിച്ചു. ദേവു, ഞാൻ തൻ്റെ കാര്യം അമ്മയോട് പറഞ്ഞു, അമ്മയും ഞാനും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് തിരക്കാണ്, അതുകൊണ്ടാണ് കേട്ടോ, ഇയാൾ കാത്തിരിക്കണം, നേരത്തെ പറഞ്ഞ വാക്ക് മാറ്റരുത്, ഹരി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതിന് മറുപടി പറയും മുന്നേ ഡോറിൽ മുട്ട് കേട്ടു. സാർ, ഈ മെഡിസിൻ വാങ്ങിക്കാനുണ്ട്, ഒന്ന് വരാമോ? സിസ്റ്റർ അവരടുത്തേക്ക് വന്നു. ഹരി മെഡിസിൻ ഷീറ്റ് മേടിച്ച് IP ഫാർമസി ലക്ഷ്യമാക്കി നടന്നുപോയി. തുടരും.